നമസ്കാരം. ഒരു ഡെയിലി ന്യൂസ് അനാലിസിസ് ആണ്. നമ്മൾ നോക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ നീഡ്സ് ടു പ്രയോറിറ്റൈസ് പ്രിവെന്റീവ് കെയർ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇത് ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ കൂടിയാണ്. ഈ ഒരു ടോപ്പിക് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ദെൻ അടുത്ത ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഏറെക്കുറെ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. എസ്പെഷ്യലി രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എസ്പെഷ്യലി ഏൻഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ് വാലി സ്ക്രിപ്റ്റിനെ കുറിച്ച് ഈ പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ്ലി പറഞ്ഞ ഫിലിംസിന് ചോദ്യമായിട്ട് വരാറുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇൻഡസ് വാലി സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ആ ഒരു ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ടൈമിൽ നോക്കാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നഗർഹോൾ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു ടൈഗർ റിസർവ് ആണ് ഈ നഗർഹോൾ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നഗർഹോൾ ടൈഗർ റിസർവിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ഫാക്ടുകളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്കിലും ഫിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫോർത്ത് ടോപ്പിക്ക് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. എസ്പെഷ്യലി ടോഡ ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ ട്രൈബ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മെയിൻലി കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ 4 ടോപ്പിക്സും പഠിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രിലിംസ് ബേസിൽ MC കൊണ്ട് സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ നീഡ്സ് ടു പ്രയോറിറ്റൈസ് പ്രിവെന്റീവ് കെയർ എന്നുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ മുമ്പ് തന്നെ ഇത് പലപ്പോഴും നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൂടുതൽ നമ്മൾ വാർത്തകൾ കാണുന്നതാണ്. എസ്പെഷ്യലി പത്രങ്ങളിലാണെങ്കിലും മിക്ക സമയങ്ങളിൽ ഹെൽത്ത് റിലേറ്റഡ് വാർത്തകൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് മെയിൻസിനാണെങ്കിൽ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയയാണ് ഈ പ്രിവെന്റീവ് കെയർ എന്നുള്ളത്. റീസെന്റ് നമ്മൾ പറയുവാണെങ്കിൽ ഈ വർഷത്തിൽ 2024 UPSCയുടെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ഒരു പ്രിവെന്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പ്രിവെന്റീവ് കെയർ. അതുകൊണ്ട് കൃത്യമായിട്ടും ആ മേഖലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും മെയിൻസിന് പ്രിപ്പറേഷൻ നല്ലതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഏതൊരു രാജ്യത്തെയും ഒരു ട്രീറ്റ്മെന്റ് എസ്പെഷ്യലി ഹെൽത്ത് കെയർ മേഖലയിൽ ട്രീറ്റ്മെന്റ് കണക്കാക്കി നോക്കുകയാണെങ്കിൽ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഹെൽത്ത് ട്രീറ്റ്മെന്റ് നമുക്ക് മെയിൻലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് പ്രിവെന്റീവ് കെയർ. പ്രിവെന്റീവ് കെയർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളൊരു അസുഖം വരാതെ നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന മാർഗ്ഗങ്ങളെയാണ് അല്ലെങ്കിൽ എടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ അല്ലെങ്കിൽ എടുക്കുന്ന മെത്തഡോളജീസിനൊക്കെയാണ് ഈ പ്രിവെന്റീവ് കെയർ ട്രീറ്റ്മെന്റ് എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ക്യൂറേറ്റീവ് കെയർ ആണ്. ക്യൂറേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്. നമ്മൾ വൺസ് എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അതാണ് ക്യൂറേറ്റീവ് കെയർ എന്ന് പറയുന്നത്. വൺസ് ഒരു ഡിസീസ് നമ്മളെ ബാധിച്ചതിന് ശേഷം അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തഡോളജീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതാണ് ക്യൂറേറ്റീവ് കെയർ. മൂന്നാമത്തെ വിങ് ആണ് പാലിയേറ്റീവ് കെയർ. ഓക്കെ, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ എസ്പെഷ്യലി നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി പ്രായമായ ആളുകൾ, ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകൾ, ഈ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഒക്കെ തന്നെ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ആ ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ലൈഫിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നൽകുന്ന സേവനങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കെയർ മെത്തഡോളജിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് ബേസിക്കലി ഡിനോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 3 രീതിയിലേക്കാണ് പലപ്പോഴും ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ഹെൽത്ത് ട്രീറ്റ്മെന്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രിവെന്റീവ് കെയർ ഉണ്ട്, ക്യൂറേറ്റീവ് കെയർ ഉണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്. ബട്ട് ഇന്ത്യയിൽ നിലവിൽ നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി എന്ന് പറയുന്നത് മോർ ഓൺ ടുവേർഡ്സ് ഫോക്കസ് ടുവേർഡ്സ് ക്യൂറേറ്റീവ് കെയർ ആണ്. മോറോൺലെസ് നമ്മൾ കൂടുതലും ഏതിലേക്കാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്? ക്യൂറേറ്റീവ് കെയറിലേക്കാണ്. നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്ന, താരതമ്യേന നോക്കുമ്പോഴേക്കും ഇമ്പോർട്ടൻസ് നമ്മുടെ പാലിയേറ്റീവ് കെയറിന് കുറവാണെന്നുള്ള കാര്യം നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മൂലം ഉണ്ടാകുന്ന ഡെത്തുകളാണെങ്കിലും ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഈ ഒരു പ്രിവെന്റീവ് കെയറിന് മതിയായുള്ള ഒരു പരിചരണം കൊടുക്കുന്നില്ല, മതിയായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി പറഞ്ഞ പോലെ പല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയാലും ഇപ്പൊ ഡയബറ്റിക്സ് അങ്ങനെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങളായാലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് വരുത്തി അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂറേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാടധികം പൈസ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. എസ്പെഷ്യലി ഹെൽത്ത് മേഖലയിലെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുക. നമ്മൾ കഷ്ടിച്ച് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവിങ്സ് എല്ലാം തന്നെ പലപ്പോഴും ഈ ആശുപത്രികൾ ചെലവാകുന്ന ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും വരാറുണ്ട്. ആ ഒരു പ്രശ്നം വരുന്ന കാരണമാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ആളുകൾ ഈ പറഞ്ഞ പോലെ ആ ഒരു മിഡിൽ ഇൻകം ലെവലിൽ നിന്നും കയറി പോകാൻ പറ്റാതെ വരുന്നത്. കാരണം ബിക്കോസ് അവർ സേവ് ചെയ്ത് വെക്കുന്ന പൈസ എല്ലാം തന്നെ ഒരുപക്ഷെ ഈ ഒരു ഹോസ്പിറ്റലുകളിൽ ചെലവാക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നു. ബിക്കോസ് നമ്മൾ കൂടുതലും ഏതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഈ ക്യൂറേറ്റീവ് കെയറിനൊക്കെയാണ്. എന്നാൽ പ്രിവെന്റീവ് കെയറിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ പിടിപെടാതിരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഗ്ലോബൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടേം ആണ് ഡെയിലി എന്ന് പറയുന്നത്. ഓക്കെ, DALY എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, വിച്ച് മീൻസ് നമ്മൾ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ശരാശരി നമ്മൾ പറയാറുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ റിപ്പോർട്ട്
പ്രകാരം ഇന്ത്യയിലെ ആ ഒരു ആയുർദൈർഘ്യം അഥവാ ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്ന നല്ലൊരു ഇംപ്രൂവ്മെന്റ് കാഴ്ചവെക്കുന്നുണ്ട്. ഓക്കെ, പണ്ടത്തെ ഒരു ലെവലൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഹൈലി ഇംപ്രൂവ്ഡ് ആണ്. ആ ഒരു ആവറേജ് നമ്മുടെ ഹെൽത്ത് മേഖലയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ശരാശരി ഈ പറഞ്ഞ പോലെ 70 വയസ്സ് വരെ ജീവിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചേക്കാം. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കുമാണ് ആളുടെ ഈ പറഞ്ഞ പോലെ ഒരു അസുഖം പിടിപെടുന്നത്. ഓക്കെ, 60 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഒരു അസുഖം പിടിപെട്ടു. പക്ഷേ നോർമലി നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി പ്രകാരം ആൾക്ക് 70 വയസ്സ് വരെ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കാണ് ആൾക്കൊരു ഈ പറഞ്ഞ പോലെ അസുഖം പിടിപെടുന്നത്. അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുവരെ നല്ലതായിരുന്നു. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 60 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കുമാണ് അത് പെട്ടെന്ന് കണ്ടുപിടിച്ചതും ഡയഗ്നോസ് ചെയ്യുകയും ആ ഒരു അസുഖത്തിന് പിടിയിലേക്ക് വിടുകയും അങ്ങനെ ഈ പറഞ്ഞ പോലെ ആൾ 65 വയസ്സായപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ മരണമടയുകയും ചെയ്തെന്ന് വിചാരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 5 വർഷം കൂടെ ജീവിക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അല്ലെ. 5 ഇയേഴ്സും കൂടെ ആൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന ആളായിരുന്നു. പക്ഷേ ആളെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു അസുഖം വന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു 5 ഇയേഴ്സ് താഴത്തേക്ക് പോരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ ഇതിനെയാണ് ഡെയിലി എന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ഡെയിലി എന്നുള്ള കണക്കുകൾ മീൻസ് അല്ലെങ്കിൽ ആ ഒരു ടേം സൂചിപ്പിക്കുന്നത് നമുക്ക് ഇനി അങ്ങോട്ടേക്കും കൂടെ എത്ര നാളും കൂടെ കഴിയാൻ പറ്റുമായിരുന്നു, നോർമൽ ലൈഫും കൂടെ പറ്റുമായിരുന്നു എന്നുള്ള ടേമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ പ്രകാരം 5 ഇയേഴ്സ് എന്നുള്ളൊരു കമ്പോണന്റ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിക്കാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസീസിൽ പെട്ടുപോയത് കൊണ്ടാണ്. പക്ഷെ അത് നേരത്തെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരുപക്ഷെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റിലൂടെ ഒരുപക്ഷെ ആൾക്ക് ഈ 70 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ഈ പ്രിവെന്റീവ് കെയറിന് നമ്മൾ പ്രിവെന്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഇയർലി ഡയഗ്നോസ്റ്റിക് എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ആ പ്രിവെന്റീവ് കെയറിന് നമുക്ക് മതിയായ പ്രാധാന്യം അവിടെ കൊടുക്കാൻ പറ്റാതെ പോയതാണ് ആ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിമേ, കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഡേറ്റാസ് വെച്ച് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡേറ്റാസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ടും വേണ്ടി വരും. കാരണം മെയിൻസിന്റെ ആൻസർ ഒക്കെ എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെയാണ് മെയിൻസിന്റെ ആൻസർ ഒക്കെ എഴുതുന്നത്. ബിക്കോസ് ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഒരു ഡേറ്റാസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ ലെവലിൽ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഗ്ലോബൽ ഡെത്തുകൾ ഈ പറഞ്ഞ 71% കോസ് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മൂലമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 65% മരണങ്ങൾ 2022 ഡേറ്റയാണ്. 65% മരണങ്ങളും കോസ് ചെയ്യുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മൂലമാണ്. ലൈക്ക് ഹാർട്ട് ഡിസീസുകളാകാം, ക്യാൻസർ ആകാം, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഡയബറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇതിനകത്തെ ഭൂരിഭാഗം മരണങ്ങളുടെയും കേസായിട്ട് മാറിയിട്ടുള്ളത്. ഇനി WHO പ്രഡിക്ട് ചെയ്യുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഡിക്ഷൻ പ്രകാരം 1 in 4 ഇന്ത്യൻസ് ഹാസ് എ റിസ്ക് ഓഫ് ഡൈയിങ് ഫ്രം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബിഫോർ റീച്ചിങ് 70. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഇതിന്റെയൊക്കെ വെച്ചിട്ടാണ്. 1 in 4 ഇന്ത്യൻസ് ഹാസ് എ റിസ്ക് ഓഫ് ഡൈയിങ് ഫ്രം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബിഫോർ റീച്ചിങ് 70 ഇയേഴ്സ് ഓഫ് ഏജ് ആണെന്നാണ് പറയപ്പെടുന്നത്. സോ എനിവേ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്കണോമിക് ബർഡൻ, കാരണം ഇങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ പൈസ മുഴുവൻ അവർ സമ്പാദിച്ചിരിക്കും പൈസ മുഴുവനും ഈ ഹോസ്പിറ്റൽസിൽ ചിലവാക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നു, അല്ലെങ്കിൽ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ബർഡൻ തന്നെ വർദ്ധിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു ബർഡൻ വർദ്ധിക്കുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മൂലം എക്സ്പെക്ട് ചെയ്യുന്ന 2030 ആകുമ്പോഴേക്കും ശരാശരി 280 ലക്ഷം കോടി രൂപയായിരിക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന എക്കണോമിക് ബർഡൻ. ബിക്കോസ് ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഗവൺമെന്റിന് കൂടുതലും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മൊത്തത്തിൽ ഈ പറഞ്ഞ 280 ലക്ഷം കോടി രൂപയുടെ എക്കണോമിക് ബർഡൻ ഉണ്ടായേക്കാന്നാണ് പറയുന്നത്. പിന്നെ പൊതുവായിട്ട് ഇപ്പൊ നമ്മൾ കുട്ടികളിലാണെങ്കിലും കാണാറുള്ള ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ 17% ജനങ്ങളെയും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുവഴി ഈ പറഞ്ഞ പോലെ ഓവർ 1% ഓഫ് അവർ GDP, നമ്മുടെ നാഷണൽ വരുമാനത്തിന്റെ 1%, അതായത് ഈ പറഞ്ഞ പോലെ 2.8 lakh crore rupees നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാന്നാണ് പറയുന്നത്. ബിക്കോസ് ഇങ്ങനെയൊക്കെ രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലയിലേക്ക് നമുക്ക് ഗവൺമെന്റ് ആണെങ്കിലും പൈസ സ്പെൻഡ് ചെയ്യാൻ അധികം കണ്ടെന്ന് വന്നേക്കത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഈ പറഞ്ഞ പോലെ സൊറോ കണ്ടീഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി 2060 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ മൊത്തം ഈ പറഞ്ഞ 2.5% ഓഫ് GDP നമുക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലോസുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാടധികം പ്രശ്നങ്ങൾ ഭാവിയിൽ ഇപ്പം ഈ ഒരു സമയം 2060 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആയിട്ടൊക്കെ മാറുന്ന ഒരു സാഹചര്യം ബൈ 2040 നമുക്ക് മാറേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ആ ഒരു ഡെവലപ്ഡ് കണ്ടീഷനെ ദീർഘനാളത്തേക്ക് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയേക്കത്തില്ല എന്നുള്ളതും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണെങ്കിലും പ്രോപ്പർലി യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ ഒരു ഡിസീസ് മൂലം ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇവിടെയാണ് കൃത്യമായിട്ടും പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ റോൾ ഉള്ളത്. ബിക്കോസ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അസുഖം വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുന്നതാണ്, മെഷേഴ്സ് ആണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെയുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ് ഇൻസിഡന്റ് ഓഫ് ഡിസീസ്, അസുഖങ്ങളെ പിടിപെടുന്നതിന്റെ ഇൻസിഡൻസ്, നമ്പർ ഓഫ് ഇൻസിഡൻസ് ഇപ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുവഴി പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ബർഡൻ ആണെങ്കിൽ നമുക്ക് ലോവർ ചെയ്യാൻ പറ്റും. ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ
പ്രിവന്റീവ് ഹെൽത്ത് കെയർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് കൃത്യമായിട്ട് അതിനകത്ത് ആൻസർ എന്ന് പറയുകയാണെങ്കിൽ ദെൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ബിക്കോസ് ജനങ്ങളെ കൊണ്ട് മാത്രമായിട്ട് അവിടെ സാധിക്കത്തില്ല. ഓക്കെ, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അവയർനെസ് ആയിരിക്കണം വരേണ്ടത്. ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറണം. നമ്മളിപ്പം ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് ഇപ്പം നമുക്ക് കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഈ പറഞ്ഞ എക്സസൈസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് ആളുകളും തയ്യാറാകണം. അങ്ങനെയുള്ള ഫിസിക്കൽ അവയർനെസ് ഈ പറഞ്ഞ അവയർനെസ് ജനങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഒരു ഇന്റർവെൻഷൻ കൃത്യമായിട്ട് വേണം. ജസ്റ്റ് ലൈക്ക് പറയുവാണെങ്കിൽ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൂടുതലും നടപ്പാക്കാൻ ശ്രമിക്കണം. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന നമുക്ക് വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലൊക്കെ നന്നായിട്ട് ഈ പറഞ്ഞ പെർഫോം ചെയ്ത് കുട്ടികളിലൊക്കെയാണ് നല്ല രീതിയിൽ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് അനലൈസിസ് റെഗുലർ ആയിട്ട് ജനങ്ങളെ കൊണ്ട് അവരുടെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളും ചെയ്യിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ചെയ്യണം. അതിന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ സബ്സിഡൈസും കാര്യങ്ങളോ അങ്ങനെയൊക്കെ കൊടുത്ത് ഈ പറഞ്ഞ പോലെ കൂടുതൽ ജനങ്ങളെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം. അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈലുകൾ ചൂസ് ചെയ്യാനായിട്ട് ഏർലി സ്ക്രീനിങ് ഓഫ് ഡിസീസുകളൊക്കെ നടത്താനായിട്ടൊക്കെ തന്നെ ജനങ്ങളെ ഈ പറഞ്ഞ പോലെ അവയർനെസ് ചെയ്യും, അവരെ ഈ പറഞ്ഞ അതിലൂടെ മുന്നിട്ട് കൊണ്ടുവരാനായിട്ടും സർക്കാരിന് സാധിക്കണം. ദെൻ അതാണ് ബേസിക്കലി പറഞ്ഞ അഡോപ്റ്റ് ദ റൈറ്റ് പ്രിവെൻഷൻ ഫസ്റ്റ് ബിഹേവിയർ. ഇപ്പൊ നമ്മൾ നിലവിൽ പ്രിവെൻഷൻ ഫസ്റ്റ് എന്നുള്ള ബിഹേവിയർ ഇല്ല നമുക്ക്. പ്രിവെൻഷൻ അല്ല നമ്മൾ കൂടുതലും ഇപ്പൊ എന്താ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ക്യൂറേറ്റീവ് എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് മാറി റൈറ്റ് അപ്രോച്ച് ഏതായിരിക്കണം, പ്രിവെൻഷൻ ഫസ്റ്റ് എന്നുള്ള ബിഹേവിയറിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിച്ചിരിക്കണം. അതുവഴി ഈ പറഞ്ഞ പോലെ പ്രിവെന്റീവ് ഹെൽത്ത് കെയറിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ബെറ്റർ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും മെഡിക്കൽ പ്രൊഫഷൻസിലും ഒക്കെ തന്നെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ അപ്രോച്ച് ഏതിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറണം, ക്യൂറേറ്റീവിൽ നിന്നും പ്രിവെന്റീവിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു തൊട്ടുമ്പത്തെ സ്ലൈഡിൽ കാണിച്ച പോലെ ഒരുപാടധികം എക്കണോമിക് ബർഡൻ ഇന്ത്യക്ക് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ പലയിടങ്ങളിലും ഹെൽത്ത് കെയർ ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക്കിനുള്ള സൗകര്യങ്ങൾ നടപ്പാക്കുന്നു. ഈവൻ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്ത് കെയർ മേഖലയിലേക്കുള്ള ടാക്സുകളും കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഗവൺമെന്റും കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു റൈറ്റ് അപ്രോച്ച് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് പാലിയേറ്റീവ് കെയറിനെ കൂടെ ടേം ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പാലിയേറ്റീവ് കെയറും പലപ്പോഴും വാർത്തകളിൽ കാണാറുള്ളതാണ്. സോ പാലിയേറ്റീവ് കെയർ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ലൈഫ് ഈ പറഞ്ഞ പോലെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സീരിയസ് ഇൽനെസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു മെത്തഡോളജിയാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ബിക്കോസ് ഹ്യൂമൻ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്ന അപ്രോച്ച് ഉണ്ടല്ലോ, ആ റൈറ്റ് ടു ഹെൽത്ത് എന്നുള്ള അപ്രോച്ച് ഉള്ള കാരണം അതിനെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പാലിയേറ്റീവ് കെയറുമായിട്ട് മുന്നോട്ട് പോരുന്നത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ടും ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ സെക്കൻഡ് ആർട്ടിക്കിൾ നമ്മുടെ പ്രിംസിൻ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ ആണ്. തമിഴ്നാട് CM-ഉമായിട്ട് ബന്ധപ്പെട്ടാണ്. തമിഴ്നാട് CM സ്റ്റാലിൻ ഓഫേഴ്സ് $1 million പ്രൈസ് ഫോർ ഡീകോഡിംഗ് ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം തന്നെ കൃത്യമായിട്ട് ആർട്ടിക്കിൾ വായിക്കുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിലവിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഡീകോഡ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെസിഫൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണോ? അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീകോഡ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര സമ്മാനം നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ അതിന് തന്നെ ഓർത്തിരിക്കുക, ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന നോൺ ഡെസിഫൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. അത് ഇപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്താണ് അതിലൂടെ അവർ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സ്ക്രിപ്റ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്. ചില ഐഡിയാസ് ഈ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ സ്കോളേഴ്സിന്റെയും ഒക്കെ അഭിപ്രായത്തിലുള്ള ചില ഐഡിയാസും ചില വിവരങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫുള്ളി നമുക്കത് ഡെസിഫർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നോക്കാം. സോ ഇന്ത്യൻ സ്കോളേഴ്സ് ഇവർ വേരിയസ് ഈ പറഞ്ഞ പഠനങ്ങളിലൂടെ ഇൻഡസ് സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ബോസ്റ്റോഫെഡോൺ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എഴുതുന്ന പോലെ ഒരു എഴുത്തല്ല ഈ പറഞ്ഞ ഇൻഡസ് സ്ക്രിപ്റ്റിനകത്ത് പൊതുവിൽ കാണുന്നത്. അപ്പൊ നമ്മളൊക്കെ നോർമൽ എഴുതുക എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങി റൈറ്റിലേക്ക് എഴുതി, അടുത്ത ലൈനാണെങ്കിൽ വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് എഴുതി. ഇങ്ങനെ ഒരു എഴുത്ത് ശീലമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് റൈറ്റിൽ നിന്നാണ്. റൈറ്റ് ടു ലെഫ്റ്റ് വരുന്നു, ഇനി അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ്, വീണ്ടും ഈ പറഞ്ഞ റൈറ്റ് ടു ലെഫ്റ്റ്, ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇൻഡസ് സ്ക്രിപ്റ്റിനകത്ത് പൊതുവിൽ കാണുന്നത്. ഈ രീതിക്ക് പറയുന്ന പേരാണ് ബോസ്റ്റോഫെഡോൺ എന്ന് പറയുന്നത്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ബൈ ഡയറക്ഷണൽ റൈറ്റിംഗ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് കാണാറുണ്ട്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. അതിലൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ഇങ്ങനെ കണ്ടേക്കാം. ഈ പറഞ്ഞ ഇൻഡസ് സ്ക്രിപ്റ്റ് ബോസ്റ്റോഫെഡോൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡസ് സ്ക്രിപ്റ്റ് എക്സാമ്പിൾ ഫോർ ബൈ ഡയറക്ഷണൽ റൈറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിയാണ്. ഈ ബൈ ഡയറക്ഷൻ റൈറ്റിംഗ് എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഡയറക്ഷൻ ഓഫ് വൺ ലൈൻസ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഇൻ ദ ഫോളോയിങ് ലൈൻ. ഒരു ഡയറക്ഷൻ ഈ പറഞ്ഞ തുടങ്ങുന്ന റൈറ്റ് നിന്നായിരിക്കും റൈറ്റ് ലെഫ്റ്റിലേക്ക്, പിന്നെ അടുത്ത ലൈനിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ സയന്റിസ്റ്റ് ഹാവ് ഐഡന്റിഫൈ സർട്ടൺ ന്യൂമറിക്കൽ വാല്യൂസ്. ഈ സ്ക്രിപ്റ്റിനകത്ത് ചില ന്യൂമറിക്കൽ വാല്യൂസും ഈ പറഞ്ഞ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ ഡൗൺവേർഡ് സ്ട്രോക്ക്
ഒരു സിംഗിൾ യൂണിറ്റ് വാസ് റെപ്രസെന്റഡ് ബൈ എ ഡൗൺവേർഡ് സ്ട്രോക്ക് സിംഗിൾ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെമി സർക്കിൾസ് യൂസ് ഫോർ യൂണിറ്റ്സ് ഓഫ് 10 വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ വാല്യൂസും ഈ സ്ക്രീനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. അതുപോലെ തന്നെ ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് കമ്പൈൻസ് വേർഡ് സയൻസും ഉണ്ട്, സിമ്പിൾസും ഉണ്ട്. അതുപോലെ തന്നെ ഫൊനറ്റിക് വാല്യൂസും ഈ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. ലൈക്ക് റൈറ്റിംഗ് സിസ്റ്റം ഈസ് കോൾഡ് ലോഗോ സിലബിക്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റിനെ ലോഗോ സിലബിക് സിസ്റ്റം എന്നും അറിയപ്പെടാറുള്ളത്. ലൈക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് ഐഡിയാസ് വേർഡ്സ് അങ്ങനെ റെപ്രസെന്റ് സൗണ്ട്സുകളൊക്കെ തന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ടൊക്കെ തന്നെ ഈ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇതിനകത്ത് സയൻസ് ഉണ്ടായിരുന്നു, സിമ്പിൾസ് ഉണ്ടായിരുന്നു, ഫൊനറ്റിക് വാല്യൂസും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പൊതുവിൽ ഇൻഡസ് വാലി സ്ക്രിപ്റ്റിനകത്ത് കാണാറുള്ളത്. പക്ഷേ 1800 BC കാലഘട്ടത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈനോടുകൂടി ഈ സ്ക്രിപ്റ്റിന്റെയും ഡിക്ലൈനേഷൻ അല്ലെങ്കിൽ എവൻച്വലി ഈ സ്ക്രിപ്റ്റും ഡിസപ്പിയർ ആയി പോയി എന്നുള്ളതാണ് പഠനങ്ങളും തെളിയിക്കപ്പെടുന്നത്. ഇനി ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ബിക്കോസ് ഇത് നോൺ ഡെസിഫൈഡ് ആണ്, കാര്യം ഓർത്തിരിക്കണം. പിന്നെ കൂടുതൽ പരീക്ഷയിൽ ചോദിക്കാറുള്ള ഇങ്ങനെയൊക്കെ ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതൊരു ബോസ്റ്റർഫോർഡൻ സ്ക്രിപ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക, രീതിയാണ് പിന്തുടരുന്നത്. പിന്നെ അത് ന്യൂമറിക്കൽ വാല്യൂസും ഉണ്ട്, ദെൻ വേർഡ് സയൻസും സിമ്പിൾസും ഫൊനറ്റിക് വാല്യൂസും അടങ്ങുന്നതായിരുന്നു ഈ സ്ക്രിപ്റ്റ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും കാര്യമാണ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ദെൻ അടുത്ത ആർട്ടിക്കിൾ ആണ്, ഇത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ളത് തന്നെയാണ്. എലഫന്റ് സ്ട്രക്ക് ഇൻ റെയിൽ ബാരിയർ ഇൻ നഗർഹോൾ റെസ്ക്യൂഡ് എന്നാണ്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഈ പറഞ്ഞ നഗർഹോൾ ടൈഗർ റിസർവിൽ റെയിൽ ബാരിയറിൽ തങ്ങി നിന്ന് മീൻസ് സ്റ്റക്ക് ഔട്ട് ആയ എലഫന്റിനെ റെസ്ക്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ബട്ട് നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ ആവശ്യമുള്ള ഏതിനെ കുറിച്ചാണ്, ആ ഒരു നഗർഹോൾ ടൈഗർ റിസർവിനെ കുറിച്ചാണ് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മൈസൂർ എന്ന് പറയുമ്പോൾ കർണാടകയിലാണ് നഗർഹോൾ ടൈഗർ റിസർവ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് ദാറ്റ് ടു പാർട്ട് ഓഫ് നീലഗിരി റിസർവ്. ഓക്കെ, ശരി, നമുക്ക് കൃത്യമായിട്ട് നോക്കാം നഗർഹോൾ ടൈഗർ റിസർവിനെ കുറിച്ചിട്ട്. ഈ നഗർഹോൾ ടൈഗർ റിസർവ് ഓൾസോ നോൺ ആസ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നും അറിയപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് 1955 ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1988 ഇത് നാഷണൽ പാർക്ക് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഡിക്ലെയർ ആസ് 37th ടൈഗർ റിസർവ് ഓവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ 37th ടൈഗർ റിസർവ് ആയിട്ട് മാറിയതാണ് നഗർഹോൾ ടൈഗർ റിസർവ് അണ്ടർ പ്രൊജക്ട് ടൈഗർ ഓഫ് 1999. ടൈഗർ സ്പീഷീസിന്റെ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ട് ആണ് പ്രൊജക്ട് ടൈഗർ. ആൻഡ് ദസ് നഗർഹോൾ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് പറയുന്ന വെസ്റ്റേൺ ഗാർഡ്സിലാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കാം. ഇനി ഈ നഗർഹോൾ റിവർ ക്രോസ് ത്രൂ ദ പാർക്ക്, ഈ പാർക്കിലൂടെ ഒഴുകുന്ന റിവർ ഏതെന്ന് വെച്ചാൽ നഗർഹോൾ റിവർ ആണ്. ഇറ്റ് ജോയിൻസ് എ കബനി റിവർ വിച്ച് ഇസ് ഓൾസോ ബൗണ്ടറി ബിറ്റ്വീൻ നാഗർഹോൾ ആൻഡ് ബണ്ടിപ്പൂർ നാഷണൽ പാർക്ക്. കർണാടകത്തിലുള്ള മറ്റൊരു നാഷണൽ പാർക്കാണ് ബണ്ടിപ്പൂർ നാഷണൽ പാർക്ക്. പിന്നെ നാഗർഹോൾ നാഷണൽ പാർക്കിനും ബണ്ടിപ്പൂർ നാഷണൽ പാർക്കിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് കബിനി റിവർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ഈ ടൈഗർ നാഷണൽ പാർക്കിൽ പ്രധാനമായിട്ടും കാണുന്ന വെജിറ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ മോയിസ്റ്റ് ഡെസിജസ് ഫോറസ്റ്റ് ആണ്. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന പോലെ മോയിസ്റ്റ് ഡെസിജർ ഫോറസ്റ്റ് ആണ് കൂടുതലായിട്ടും ഈ നഗർഹോൾ നാഷണൽ പാർക്കിലും ഒക്കെ തന്നെ കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട ട്രീ സ്പീഷീസ് ടീക്കും അതുപോലെ റോസ്വുഡും ആണെന്നുള്ള കാര്യം ഓർക്കാം. ഇവിടെ പ്രധാനമായിട്ട് കാണുന്ന ആനിമൽസ് അല്ലെങ്കിൽ ഫോണോ സ്പീഷീസ് എന്ന് പറയുന്ന ഏഷ്യൻ എലഫൻസ് കൂടുതൽ വൈൽഡ് ഏഷ്യൻ എലഫൻസ് കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനവും കർണാടകവും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. വൈൽഡ് ഏഷ്യൻ എലഫൻസ് ഉണ്ട് ചിറ്റാല് മീൻസ് സ്പോട്ടഡ് ഡിയർ, ഇന്ത്യൻ മൗസ് ഡിയർ, ഗൗർ, സ്ട്രൈപ്പ് നെക്ഡ് ആൻഡ് റെഡി മൊങ്കൂസ്, ഗ്രേ ലംഗൂർ, ബോണറ്റ് മക്കാക്യു, ഏഷ്യൻ വൈൽഡ് ഡോഗ്, ലെപ്പേർഡ്, ടൈഗർ, സ്ലോത്ത് ബിയർ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നഗർഹോൾ ടൈഗർ റിസർവിൽ കാണപ്പെടുന്നത്. കാരണം ഫോണ സ്പീഷീസും അതുപോലെ ഫ്ലോറ സ്പീഷീസും നിങ്ങൾ നാഷണൽ പാർക്സ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കണം. കാരണം അതിനെ വെച്ചിട്ടൊക്കെ പാരഗ്രാഫ് ആയിട്ട് മീൻസ് പാസേജ് വൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇന്ന ഒരു ക്ലൂ വന്നിട്ട് ഇത് ഏത് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഏത് ടൈഗർ റിസർവിനെ കുറിച്ചിട്ടാണ് എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങളും പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ട്രൈബൽ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പർ വന്നിട്ട് ഒരു പിക്ചർ ആണ്. പിക്ചറിനകത്ത് മെയിൻലി ഡിപ്പെക്ട് ചെയ്തിരിക്കുന്ന ട്രൈബൽ ഫെസ്റ്റിവലായ മുൻപോ എന്നുള്ളതാണ്. മുൻപോ ടെമ്പിൾ ഇപ്പോൾ നടന്ന ഒരു ഈ പറഞ്ഞ ടെമ്പിളിൽ അവിടെ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു മൊദ്വർത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ മൊദ്വർത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആരുമായിട്ട് അസോസിയേറ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ടോഡ ട്രൈബ്. ഓക്കെ, ടോഡ ട്രൈബ് നീൽഗിരീസുമായിട്ട് അസോസിയേറ്റഡ് ആണ് മൊദ്വർത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. മൊദ്വർത്ത് ഫെസ്റ്റിവൽ റീസെന്റ് സീൻ ന്യൂസ് ഇസ് കണക്റ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൈബ്സ്. ടോഡ ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടോഡ ട്രൈബ് എന്ന് വന്നിട്ട് അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ മൊദ്വർത്ത് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് ചോദിക്കാവുന്നതാണ്. ശരി, നമുക്ക് ഡീപ്പായിട്ട് ആ ഒരു ടോഡ ട്രൈബിനെ കുറിച്ച് അറിയാം. സോ ടോഡ ട്രൈബ് ഇസ് എ പാസ്റ്റൽ ട്രൈബ് ആണ് ഓഫ് നീൽഗിരി ഹിൽസ് ഓഫ് സദേൺ ഇന്ത്യ. ഓക്കെ, ആൻഡ് ദിസ് ട്രൈബ് ഈ ഒരു ട്രൈബ് ഈ പറഞ്ഞാൽ എസ്പെഷ്യലി തമിഴ്നാട്ടിൽ ഒരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് PVTGs. ഓക്കെ, PVTGs പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. PVTGSനകത്ത് വിടുന്നതാണ്. തമിഴ്നാട്ടിലെ ഒരു പർട്ടിക്കുലർ വളരെ ട്രൈബൽ ഗ്രൂപ്പ് സെക്ഷൻസ് കൂടിയാണ് ടോഡ ട്രൈബ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് ദെൻ ഇവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ടോഡ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദ്രവീഡിയൻ ലാംഗ്വേജിൽ പെടുന്നതാണ്. ബട്ട് ഇസ് എ മോസ്റ്റ് അൺയൂഷ്വൽ ആൻഡ് ഡിഫറെന്റ് ഫ്രം അതർ ലാംഗ്വേജ് ബിലോങ് ടു ദ്രവീഡിയൻ ഫാമിലി. ദ്രവീഡിയൻ ലാംഗ്വേജിൽ പെടുന്ന ഒരെണ്ണമാണ്. പക്ഷേ മറ്റ് ദ്രവീഡിയൻ ഫാമിലി പെടുന്ന മറ്റ് ലാംഗ്വേജിനെ
പോലെയല്ല, അൺയൂഷ്വൽ ആൻഡ് ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ ഒരു കാര്യം, ടോട്ടൽ ലാംഗ്വേജ് ദ്രവിഡിയൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് ദേ ലിവ് ഇൻ സെറ്റിൽമെന്റ്സിൽ താമസിക്കുന്നതാണ്. പാസ്റ്റൽസ് ആണ്, സെറ്റിൽമെന്റ്സിലാണ് താമസിക്കുന്നത്. ഫ്രം 3 to 7 സ്മോൾ താച്ച്ഡ് ഹൗസസിലാണ് ഇവർ താമസിക്കുന്നത്. ആൻഡ് ദെൻ ഇവർ ട്രഡീഷണലി ഡയറി പ്രൊഡക്ട്സ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. ട്രഡീഷണലി ട്രേഡ് ഡയറി പ്രൊഡക്ട്സ് ആണ്. ആസ് വെൽ ആസ് സ്കെയിൻ ആൻഡ് ബാംബു ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ കൂടിയാണ് ഈ ഒരു ടോഡ ട്രൈബ്സ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഈ ഒരു കാര്യം കൂടെ ഓർക്കണം. ടോഡ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ്, ഇവരുടെ ടോഡൽ ലാംഗ്വേജ് അവരുടെ പ്രധാനപ്പെട്ട എംബ്രോയിഡറി അറിയപ്പെടുന്ന പൊഹർ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പൊഹർ. അത് അവരുടെ ഈ പറഞ്ഞ ടോഡ എംബ്രോയിഡറി ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട്. ഇവിടെ ഷോൾസ് ആണ്, ഇവിടെ നിങ്ങൾക്ക് ആളുകൾ അത് വെയർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഷോൾ ഈ പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ ടോഡ ഡ്രസ് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ഷോൾ വിച്ച് ഇസ് കോൾഡ് പുത്തുക്കുളി. ഓക്കെ, പുത്തുക്കുളി എന്നറിയപ്പെടുന്നതാണ്. ഇതിന് GI ടാഗ് ഒക്കെ ബേസിക്കലി ഉള്ളതാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പം പൊഹർ എന്നറിയപ്പെടുന്നത് ടോഡൽ അവരുടെ എംബ്രോയിഡറി വർക്കാണ്. ഡിസ്റ്റിങ്ക്റ്റീവ് ഷോൾ ആണ് ഈ പൊഹർ എന്ന് പറയുന്നത്. പുത്തുക്കുളി എന്നും അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അറിയപ്പെടാറുണ്ട്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ദെൻ ഈ പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് MCQ ആണിത്. നമ്മൾ കണ്ട ഒരു നാഗർഹോൾ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് MCQ ആണിത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വായിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ സാധിക്കും തന്നെയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കൃത്യമായിട്ടും ഓപ്ഷനിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.